ഹായ് ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ഫിസിക്സ് വാല. അപ്പൊ എല്ലാവർക്കും നമ്മളെ SLCയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം, ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസം എന്ന ചാപ്റ്ററിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ്. നമുക്കറിയാം ഈ ചാപ്റ്റർ ആണ് നമ്മളെ ബേസിക് 10th ബേസിക് ചാപ്റ്റർ ആണ്. നമുക്ക് 12th വരെ ആവശ്യമുള്ള ഒരു ഓർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്റർ ആണ് ഇത്, ഈ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. എന്താ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോമ്പൗണ്ടിന് പേരിടുക. ഒരു കുട്ടി ഉണ്ടായി നമ്മൾ എന്താ ചെയ്യാദ്യം പോയിട്ട് ഒരു പേരിടൂല്ലേ, അതേപോലെ ധാരാളം കാർബൺ കോമ്പൗണ്ട്സ് നമ്മുടെ ചുറ്റുപാടുണ്ട്. അപ്പോൾ ഓരോ കാർബൺ കോമ്പൗണ്ട്സിനും പേര് കൊടുക്കുക അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പൊ അതിനുവേണ്ടി IUPAC ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി കുറച്ച് റൂൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ റൂൾസ് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ കോമ്പൗണ്ട്സിനും പേരിടാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ കൂടുതലായിട്ട് അറിയാം നമ്മളെ മിന്നൽ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരു കൂപ്പൺ ഉണ്ട്, FIFA 500 എന്ന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് 500 rupees ഓഫ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മിന്നൽ ബാച്ചിൽ എല്ലാവരും എൻറോൾ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ് എന്താണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബൺ കോമ്പൗണ്ട്സ് കുറിച്ചുള്ള പഠനമാണ് ഇത് ഓർഗാനിക് കെമിസ്ട്രി, ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് കാർബൺ ആൻഡ് കാർബൺ കോമ്പൗണ്ട്സ്. ഇതിൽ തന്നെ നമ്മൾ ആൾറെഡി 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹൈഡ്രോ കാർബണുകൾ ഉണ്ടെന്ന് അല്ലേ. എന്തായിരുന്നു ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജനും കാർബണും ചേർന്നുണ്ടാക്കിയ കോമ്പൗണ്ട്സ് ആണ് ഇത് ഹൈഡ്രോ കാർബൺസ്. ഇതാ അതിനെ ഹൈഡ്രോ കാർബൺസിനെ രണ്ടായി തരം തിരിച്ചിരുന്നു. ഏതാണ് രണ്ടായി തരം തിരിച്ചിരുന്നത്? അപൂരിതവും പൂരിതവും, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് അല്ലെ. അതിൽ പൂരിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കാർബൺ കോമ്പൗണ്ട് അല്ലെങ്കിൽ രണ്ട് കാർബൺ ആറ്റത്തിന്റെ ഇടയിൽ ഏകബന്ധനം സിംഗിൾ ബോണ്ട് വന്നാൽ പൂരിതം. അൺസാച്ചുറേറ്റഡ് ആണോ സാച്ചുറേറ്റഡ് ആണോ പൂരിതം? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. അതേപോലെ രണ്ട് കാർബൺ ഇടയിൽ ഡബിൾ ബോണ്ടോ രണ്ട് കാർബൺ ഇടയിൽ ട്രിപ്പിൾ ബോണ്ടോ വന്നാൽ അത് നമുക്ക് എന്ത് വിളിക്കാം? അപൂരിതം, അൺസാച്ചുറേറ്റഡ്. ക്ലിയർ അല്ലേ? ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ പേരാണ് ആൽക്കീൻ, ട്രിപ്പിൾ വന്നാൽ ആൽക്കൈൻസ്, സിംഗിൾ ആണെങ്കിൽ പേര് എങ്ങനെ ഇരിക്കണം? ആൽക്കെയിൻ, ANE വേണം അവസാനിക്കാം. ഇതെല്ലാം നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചു. ഇവയ്ക്ക് പേരെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതാ ഈ 10 വരെ നമ്മൾ പഠിച്ചിരിക്കണം. ഒരു കാർബൺ ആണെങ്കിൽ പേരെന്താ വരാ? മെത്ത്, രണ്ടാണെങ്കിൽ എത്ത്, മൂന്നാണെങ്കിൽ എന്ത് വിളിക്കാം? പ്രൊപ്, നാലാണെങ്കിൽ ബ്യൂട്ട്, 5 പെന്റ്, ഹെക്സ, ഹെപ്റ്റർ, ഒക്ടർ, നണ്ണ്, ഡക്ക്. 10 വരെ പഠിച്ചിരിക്കണം. കാർബണിന്റെ ആറ്റത്തിനനുസരിച്ച് നമ്മൾ പേര് എഴുതാൻ ആൾറെഡി പഠിച്ചതാണ്. അപ്പൊ ഈ ചാപ്റ്റർ നമ്മൾ തുടങ്ങുന്നത് നോമൻക്ലേച്ചർ വിത്ത് 1 ബ്രാഞ്ച് 2 ബ്രാഞ്ച് ഫംഗ്ഷണൽ ഗ്രൂപ്പ്സ് ആൻഡ് ഐസോമറിസം. ഇത്രയാണ് ടോപ്പിക്സ് വരുന്നത്. ഇതിൽ നിന്ന് 5 or 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നമ്മൾ ഫൈനൽ എക്സാമിന് ചോദിക്കും. ഇപ്പൊ നമ്മൾ ഓണം എക്സാം എടുക്കാനായി. ഈ ഓണം എക്സാമിൽ ഉറപ്പായിട്ടും എത്ര മാർക്കിന് ചോദ്യം ഉണ്ടായിരിക്കും? ഒരു 10 മാർക്കിന്റെ അടുത്തുള്ള ചോദ്യം ഈ ചാപ്റ്റർ തന്നെ ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കിയാലോ. നോമൻക്ലേച്ചർ ഓഫ് ആൽക്കൈൻസ് വിത്ത് 1 ബ്രാഞ്ച്, ഒരു ശാഖയുള്ള ആൽക്കൈനുകളുടെ നാമകരണം. ആൽക്കൈനുകൾ പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ ബന്ധനവും എന്തായിരിക്കണം? സിംഗിൾ ബോണ്ട് ആയിരിക്കണം, ഏകബന്ധനായിരിക്കണം. ഒരു ക്വസ്റ്റൻ അവിടെ കൊടുത്തിട്ടുണ്ട്. CH3 CH CH2 CH3, ഇവിടെ ഒരു CH3 ശാഖയുണ്ട്. അപ്പൊ ശാഖ വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പേരെഴുതാം? അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് മെയിൻ ചെയിൻ പാരന്റ് ചെയിൻ കണ്ടുപിടിക്കുകയാണ്. പാരന്റ് ചെയിൻ കണ്ടുപിടിക്കാൻ വേണ്ടി എണ്ണി നോക്കാം. എപ്പോഴാണ് ഏറ്റവും വലിയ ചെയിൻ കിട്ടുന്നത് അതായിരിക്കും നമ്മളെ മെയിൻ ചെയിൻ. 1 2 3 4. ഇനി ഇങ്ങനെ പോയാൽ 1 2 3 ആ കിട്ടുക, ഇങ്ങനെ വന്നാൽ 4 കിട്ടും. എങ്ങനെ പോയാലും 4 ആണ് മാക്സിമം. അപ്പൊ സ്ട്രേറ്റ് ചെയിൻ എടുത്തു. ഇനി ഇടത്തുനിന്ന് വലത്തോട്ടും വലത്തിൽ നിന്ന് ഇടത്തോട്ടും നമ്പർ ഇടാം. 1 2 3 4 തിരിച്ച് 1 2 3 4. എങ്ങനെ നമ്പർ ചെയ്താലാണ് നമ്മുടെ ശാഖയ്ക്ക് ഏറ്റവും ചെറിയ നമ്പർ? ഇതാ 3 കിട്ടിയിട്ടുണ്ട്, 2 കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യാൻ? 3 ആണോ 2 ആണോ ചെറുത്? 2 അല്ലേ ചെറുത്. അപ്പൊ 2 വേണം ആർക്ക് കൊടുക്കാൻ? നമ്മളെ ശാഖയ്ക്ക് കൊടുക്കാൻ. അപ്പൊ നമ്മൾ 2 കൊടുത്തിട്ടുണ്ട്. 2 കൊടുത്തു കഴിഞ്ഞാൽ പേര് എങ്ങനെ വരാം? ആദ്യം പേര് നമ്മൾ റൂൾ ഉണ്ട്, സ്ഥാനം മെൻഷൻ ചെയ്യുക. രണ്ടാം സ്ഥാനം എഴുതി 2 അവിടെ എഴുതിയിട്ടുണ്ട്. ഒരു ഹൈഫൺ ഇടാം, 2 ഹൈഫൺ. 2ല് CH3 ഗ്രൂപ്പ് ഉണ്ട്. CH3 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആരാണ്? മീഥൈൽ ഗ്രൂപ്പ് ആണ്. മീഥൈൽ അത് അവിടെ കൊടുത്തു. CH3 പേര് മീഥൈൽ ആണ്, മീഥൈൽ. ഇനി മെയിൻ ആളുടെ പേര്, മെയിൻ ചെയിന്റെ പേര് ടോട്ടൽ എത്രയായിരുന്നു? 1 2 3 4. 4 ആണെങ്കിൽ 4ന്റെ പേര് എന്താ? ബ്യൂട്ടൈൻ. 2 മീഥൈൽ ബ്യൂട്ടൈൻ. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. 2 2 ബ്രാഞ്ച് വന്നാൽ എങ്ങനെയാ പേര് എഴുതാം? ക്വസ്റ്റ്യൻ നോക്കുക. CH3 CH CH3 CH2 CH CH3 CH3. അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ ഏറ്റവും വലിയ ചെയിൻ കണ്ടുപിടിക്കുന്നു. 1 2 3 4 5. അങ്ങനെ തന്നെ 5 കിട്ടും. ഇങ്ങനെ പോയാൽ 3 കിട്ടുക, ഇങ്ങനെ പോയാൽ 3 കിട്ടുക. അപ്പൊ ഏറ്റവും ലോങ്സ്റ്റ് ചെയിൻ ഏതാ? സ്ട്രേറ്റ് ചെയിൻ ആണ് 5. ഇനി നമ്മൾ നമ്പർ കൊടുക്കുക, ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും നമ്പർ ചെയ്യുക. ഏറ്റവും ചെറിയ നമ്പർ കൊടുക്കണം. 1 2 3 4 5 തിരിച്ച 1 2 3 4 5. ഇനി 2ാം സ്ഥാനത്ത് ബ്രാഞ്ച് കിട്ടി, 4ാം സ്ഥാനത്ത് കിട്ടി, തിരിച്ച് നമ്മൾ 2 4. അപ്പൊ എങ്ങനെ നോക്കിയാൽ 2 4 ആണ്. അപ്പൊ ആദ്യം എന്താ ചെയ്യണം? സ്ഥാനം മെൻഷൻ ചെയ്യാം. 2 എഴുതി 4 എഴുതി, സ്ഥാനം കൊടുത്തു. അവിടെ 2 4 ഹൈഫൺ ഇട്ടു. ഈ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, 2 മീഥൈൽ ഉണ്ടെന്ന് കാണിക്കാൻ പേരിന് മുന്നിൽ എന്ത് ചേർക്കുക? ഡൈ, DI എന്ന് ചേർത്തു. 2 ഡൈ. ഇനി ആരാണ് ആ ബ്രാഞ്ചിന്റെ പേര്? ബ്രാഞ്ചിന്റെ പേര് എഴുതി മീഥൈൽ, ഡൈ മീഥൈൽ. ഓക്കെ, ഇനി പാരന്റ് ചെയിൻ ടോട്ടൽ 5 ആണ്. 5 ആണെങ്കിൽ 5ന്റെ പേരെന്തായിരുന്നു? പെന്റൈൻ. 2 4 ഡൈ മീഥൈൽ പെന്റൈൻ. അപ്പൊ സ്ഥാനം എത്രത്തോളം വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ ആ സ്ഥാനം കൊടുക്കുക, ഹൈഫൺ കൊടുക്കുക. 2 വട്ടാണെങ്കിൽ ഡൈ, 3 വട്ടാണെങ്കിൽ എന്ത് കൊടുക്കും? ട്രൈ എന്ന് കൊടുക്കും. ആ ബ്രാഞ്ചിന്റെ പേര് എഴുതാം, മെയിൻ ചെയിനിന്റെ പേര് എഴുതാം, പാരന്റിന്റെ പേര് എഴുതാം. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്ന മെയിൻ ആയിട്ടൊരു ടോപ്പിക് ആണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്. എന്താ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ? മിസ് ഇവിടെ വന്ന് നിൽക്കുന്നു, മിസ് ഫംഗ്ഷൻ ചെയ്യുന്നു. മിസ് എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് നോമൻക്ലേച്ചർ പറഞ്ഞു തരുന്നു. അതാണ് മിസ്സിന്റെ ഫംഗ്ഷൻ. അതേപോലെ ധാരാളം ഫംഗ്ഷൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഹൈഡ്രോ കാർബൺ നമ്മൾ എടുക്കുകയാണെന്ന്, എല്ലാതും ഹൈഡ്രജൻ ആണെങ്കിൽ ഒരു കാർബണും 4 ആറ്റം ഹൈഡ്രജൻ ആണെങ്കിൽ നമ്മൾ അതിനെ എന്താ വിളിച്ചിരുന്നത്? മീഥെയിൻ ആയിരുന്നു അല്ലെ. മീഥെയിനിൽ ഞാൻ ഒരു ഹൈഡ്രജനെ മാറ്റി, അവിടെ ആരും എഴുതി? OH എഴുതി. OH ഫംഗ്ഷണൽ ഗ്രൂപ്പ് വന്നു. അപ്പൊ അത് മീഥെയിൻ ആണോ? അല്ല. മീഥെയിന്റെ സ്വഭാവം മൊത്തം മാറി ആൽക്കഹോൾ ആയി, മെത്തനോൾ ആയി. അപ്പൊ അവിടെ സ്വഭാവം മാറാൻ കാരണം ആരാണ്? ഈ OH
ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണ്. ക്ലിയർ ആണോ? അപ്പോൾ OH ഫംഗ്ഷണൽ ഗ്രൂപ്പ് വന്നപ്പോൾ മീഥേന്റെ ഫുൾ സ്വഭാവം അവിടെ മാറിപ്പോയി. അപ്പോൾ ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബണിന് ചുറ്റുള്ള ഹൈഡ്രജൻസിന് പകരം മറ്റുള്ള ആറ്റംസോ മോളിക്യൂൾസോ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ക്യാരക്ടർ തന്നെ മാറും. ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി ഒക്കെ മാറും. അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ അവയെ വിളിക്കുന്ന പേരാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്സ്. ക്ലിയർ അല്ലേ? സോ നമുക്ക് പഠിക്കാൻ 6 ഫംഗ്ഷൻ ഗ്രൂപ്പ്സ് ആണുള്ളത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ് ആൽക്കഹോൾ ഫംഗ്ഷൻ ഗ്രൂപ്പ്. ഏതാണ് ആൽക്കഹോൾ ഫംഗ്ഷൻ ഗ്രൂപ്പ്? OH. OH വിളിക്കുന്ന പേരാണ് ആൽക്കഹോൾ. ഓളിൽ പേര് അവസാനിക്കും. ഓൾ, OL. Then second one ആൽഡിഹൈഡ് ആണ്. CHO ഫംഗ്ഷൻ ഗ്രൂപ്പ്. ഏതാണ് ഫോർമുല? ഫോർമുല കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഫോർമുല വെച്ചാൽ നമ്മൾ പേര് എഴുതാൻ പോകുന്നത്. CHO ആൽഡിഹൈഡ് ആണ്. പേര് അവസാനിക്കേണ്ടത് ആൾ, AL. ആളിൽ വേണം പേര് അവസാനിക്കാൻ. ഓക്കെ. Then next one കീറ്റോ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ. കീറ്റോൺ ഫംഗ്ഷൻ, കീറ്റോൺ എന്ന് വിളിക്കും. കീറ്റോൺ പേര് എങ്ങനെ വരിക? കീറ്റോ ഓൺ, ONE വേണം പേര് അവസാനിക്കാൻ. കീറ്റോൺ. ക്ലിയർ അല്ലേ? പിന്നെ കീറ്റോൺ ഒരു പ്രത്യേകത ഉണ്ട്, എപ്പോഴും സെന്ററിൽ ഇടയില വരിക, അപ്പുറം ഇപ്പുറം വേറെ വേറെ കാർബൺസ് വേണം. അപ്പൊ 3 മുതലാണ് എന്ത് ചെയ്യുക? പ്രൊപ്പ മുതലേ കീറ്റോൺ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ദെൻ നെക്സ്റ്റ് ഫോർത്ത് ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ് നമ്മൾ ആസിഡ് ഫംഗ്ഷൻ ഗ്രൂപ്പ്. കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് വിളിക്കും, കാർബോക്സിലിക് ആസിഡ് എന്ന് വിളിക്കും. ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ ഫോർമുല എന്താണ്? COOH ആണ്. ഓയിക് ആസിഡ് പേര് എങ്ങനെ അവസാനിക്കേണ്ടത്? ഓയിക് ആസിഡ്, OIC ഇതാ ഓയിക് ആസിഡ്. പ്രൊപ്പ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? പ്രൊപ്പനോയിക് ആസിഡ്. ബ്യൂട്ട് ആണെങ്കിൽ ബ്യൂട്ടനോയിക് ആസിഡ്. പെന്റ് ആണെങ്കിൽ എങ്ങനെ വിളിക്കാം? പെന്റനോയിക് ആസിഡ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് വൺ ഹാലോ. അഞ്ചാമത്തെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ് ഹാലോജൻസ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ അങ്ങനെ 4 ഹാലോജൻസ് ഉള്ളത്. ഇവയ്ക്കും ഫംഗ്ഷൻ ഗ്രൂപ്പ് ബ്രാഞ്ചുകളൊക്കെ ആയിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പേര് എഴുതുമ്പോൾ മീഥൈൽ എഴുതിയില്ലേ ബ്രാഞ്ച് ആയിട്ട് വരുമ്പോൾ ഫസ്റ്റ് വേണം ഇതേപോലെ പേര് എഴുതാൻ. ക്ലോറോ മീഥെയിൻ അല്ലെങ്കിൽ ഫ്ലൂറോ ബ്യൂട്ടൈൻ, അങ്ങനെ നമുക്ക് പേര് എഴുതാൻ സാധിക്കും വിത്ത് പൊസിഷൻ മാർക്ക് ചെയ്തതിനു ശേഷം. ലാസ്റ്റ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ് നമ്മൾ ആൽക്കോക്സി ഈതർ ഫംഗ്ഷൻ ഗ്രൂപ്പ്. ഇത് ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ്. O കണ്ടോ? കീറ്റോൺ വന്ന പോലെ ഇടയിലാണ് എന്ത് വരാ? O. രണ്ട് സൈഡിലും R ഗ്രൂപ്പ് അല്ലെങ്കിൽ C ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടായിരിക്കും. ഈതർ അല്ലെങ്കിൽ എന്ത് വിളിക്കാം? ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് വിളിക്കാം. നമുക്ക് ഓരോ ഗ്രൂപ്പുകൾ ഫംഗ്ഷൻ ഗ്രൂപ്പ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ആണ് ആൽക്കഹോൾ ഗ്രൂപ്പ്. ആൽക്കഹോൾ ഗ്രൂപ്പ് ആണെങ്കിൽ ഏതായിരിക്കും ഫോർമുല വരാ? OH. ഈ OH വിളിക്കുന്ന പേരാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്, പേരെങ്ങനെ അവസാനിക്കണം? ഓളിൽ വേണം അവസാനിക്കാൻ. ആൽക്കഹോൾ. ഓക്കെ. ഇനി ഫസ്റ്റ് എക്സാമ്പിൾ വന്നിട്ടുണ്ട് CH3OH. CH4 ആണ് ഒരു എച്ചിന് പകരം അവിടെ ആര് എഴുതി? OH എഴുതി. അപ്പൊ അത് മീഥേൻ അല്ല, മീഥന്റെ സ്വഭാവം മൊത്തം ആര് മാറ്റി? OH മാറ്റി. OH വന്നപ്പോൾ നമുക്ക് എങ്ങനെ പേര് എഴുതാൻ പറ്റും? എണ്ണി നോക്കാം. ആകെ ഒരു ഒറ്റ കാർബൺ ഉള്ളൂ. ഒരു ഒറ്റ കാർബൺ ആണെങ്കിൽ പേരെന്താ വരാ? മെത്താണ്. മീഥേൻ ആണ്. OH വന്നപ്പോൾ ആ അവസാനത്തെ ശരിക്കും നമ്മൾ എങ്ങനെയാണ് എഴുതുക? മീഥേൻ എന്ന് എഴുതുന്നു. അതിലെ E മാറ്റി അവിടെ ആര് എഴുതുക? ഓൾ എഴുതാം. അപ്പൊ നമുക്ക് എങ്ങനെ വായിക്കാം? മെത്തനോൾ. മെത്തനോൾ കിട്ടിയോ? നെക്സ്റ്റ് വൺ CH3CH2OH. ഇവിടെ അതേപോലെ തന്നെ ജസ്റ്റ് കാർബണിന്റെ കൗണ്ട് ചെയ്യുക. 1 2 രണ്ട് കാർബൺ അല്ലേ? രണ്ടാണെങ്കിൽ പേരെന്താ വരാ? എത്തൻ. അതില് OH വന്നപ്പോൾ പേരിന്റെ അവസാനം എന്ത് ചേർക്കും? ഓൾ, എത്തനോൾ. ഓക്കെ. രണ്ടാമത്തെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ് COH ഫംഗ്ഷൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡ്. പേരെങ്ങനെ അവസാനിക്കണം? ഓയിക് ആസിഡിൽ വേണം അവസാനിക്കാൻ. ഓയിക് ആസിഡിൽ വേണം പേര് അവസാനിക്കാൻ. സോ നമുക്ക് കൗണ്ട് ചെയ്യാം. CH3COH ആണ്. 2 കാർബൺ, രണ്ടാണെങ്കിൽ പേരെന്താ വരാ? എത്താണ് അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എത്തനോയിക് ആസിഡ്. ക്ലിയർ അല്ലേ? എത്തനോയിക് ആസിഡ്. നെക്സ്റ്റ് വൺ CH3CH2CH2COH. ഇതേപോലെ കൗണ്ട് ചെയ്യാം. പിന്നെ COH വരുമ്പോൾ പ്രത്യേകത എപ്പോഴും ഇങ്ങനെ ലാസ്റ്റ് ആയിട്ടാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ്സ് വരിക കേട്ടോ. 1 2 3 4 നാലാണെങ്കിൽ പേരെന്താ വരാ? ബ്യൂട്ടാൻ. ബ്യൂട്ടാൻ എന്ന് എഴുതാം. ബ്യൂട്ടന്റെ അവസാനം എന്ത് ചേർക്കുക? OIC ചേർക്കുക. ബ്യൂട്ടനോയിക് ആസിഡ്. അടുത്തത് ആൽഡിഹൈഡ് ഫംഗ്ഷൻ ഗ്രൂപ്പ് CHO ഗ്രൂപ്പ് ആണ്. CHO ഗ്രൂപ്പിന്റെ പ്രത്യേകത പേര് അവസാനിക്കേണ്ടത് എന്താണ്? ആളിൽ വേണം പേര് അവസാനിക്കാൻ. AL വേണം പേര് അവസാനിക്കാൻ. CH3CHO നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരേപോലെയാണ് എല്ലാം. ഒരു പേടി വേണ്ട, നേരെ 1 2 എന്ന് കൊടുക്കുക. രണ്ടിന്റെ പേരെന്താണ്? എത്താണ്. ഈതേൻ ആണ്. ഈതേനിലെ E മാറ്റ, ഈയുടെ പകരം ആരെഴുതുക? AL എഴുതുക. എത്തനാൾ. 1 2 3 4 5 അഞ്ചാണെങ്കിൽ പേരെന്താ വരാ? പെന്റ് ആണ്. പെന്റിന്റെ അവസാനം എന്താ ചേർക്കുക? പെന്റൻ. ആൾ എന്നാക്കുക. പെന്റനാൾ. കിട്ടിയോ? ആൽഡിഹൈഡ് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ആരാ വരുന്ന നോക്കാം. നെക്സ്റ്റ് വരുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ് കീറ്റോ ഫംഗ്ഷൻ ഗ്രൂപ്പ്. കീറ്റോ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പ്രത്യേകത അത് സെന്റർ ഇടയിലായിട്ടാണ് വരാം. രണ്ട് സൈഡിലും C ഉണ്ടായിരിക്കും. അപ്പൊ ടോട്ടൽ 3 മുതലാണ് കീറ്റോ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. മെത്തിനും എന്തില്ല? കീറ്റോ ഗ്രൂപ്പ്സ് ഇല്ല. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. CH3COCH3 എന്താ വരുന്നത്? 3 കാർബൺ. 1 2 3 മൂന്നാണെങ്കിൽ പേര് എന്ത് വരും? പ്രൊപ്പാണ്. കീറ്റോൺ ആണെങ്കിൽ പേരിന്റെ അവസാനം എന്ത് ചേർക്കുക? ഓൺ ചേർക്കുക. ONE. പ്രൊപ്പനോൺ. പ്രൊപ്പനോൺ. ഓക്കെ. 1 2 3 4 നാലാണെങ്കിൽ എന്താ വരാ? നാലാമത്തെ CO ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്. ബ്യൂട്ടനോൺ എഴുതാം. പക്ഷേ കാർബൺ എണ്ണം കൂടുമ്പോൾ നമ്മൾ സ്ഥാനം മാർക്ക് ചെയ്യണം. 1 2 3 4 തിരിച്ചു മാർക്ക് ചെയ്തു. 1 2 3 4 3 2 ആണ് നമ്മളെ ഫംഗ്ഷൻ ഗ്രൂപ്പിന് കിട്ടിയത്. അതിൽ ഏത് ചൂസ് ചെയ്യണം? 2 ചൂസ് ചെയ്തു. കാരണം ഏറ്റവും ചെറിയ നമ്പർ വേണം എടുക്കാൻ. അപ്പൊ ബ്യൂട്ടൻ എഴുതാ. ഹൈഫൺ ഇടാ. രണ്ടാം സ്ഥാനത്ത് കീറ്റോൺ ഉണ്ട്. 2 ONE. ബ്യൂട്ടൻ 2 ആണ്. നെക്സ്റ്റ് അഞ്ചാമത്തെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിരുന്നു ഇത് നമ്മളെ ഹാലോജൻസ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ വന്നാൽ നമുക്ക് അതിന്റെ ഹാലോ ഫംഗ്ഷൻ ഗ്രൂപ്പ്സ് എന്ന് വിളിക്കാം. പേര് എഴുതുന്നത് ഫസ്റ്റ് ആണ്, എൻഡിംഗിൽ അല്ല. ഇനി CH3Cl. ഇനി നമ്മൾ പേര് കൊടുക്കുക നേരത്തെ ചെയ്ത പോലെ തന്നെ. നമ്മൾ ഒന്നാം സ്ഥാനത്ത് ആരുണ്ട്? ഫസ്റ്റിലെ Cl ഉണ്ട്. അപ്പൊ സ്ഥാനം മെൻഷൻ ചെയ്യാം. 1 മെൻഷൻ ചെയ്യാൻ നിർബന്ധമില്ല, പക്ഷെ സ്ഥാനം കൂടുന്നതോറും നമ്മൾ കൊടുക്കേണ്ടി വരും. 1 ഒന്നാം സ്ഥാനത്ത് ആരുണ്ട്? ക്ലോറോ ഗ്രൂപ്പ് ഉണ്ട്. 1 ക്ലോറോ. ഇനി ആ ഒരൊറ്റ കാർബൺ ഉള്ള പേര് എന്ത് വരും? മീഥേൻ. സോ 1 ക്ലോറോ മീഥേൻ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. CH3 CH2Cl. ഇപ്പൊ രണ്ടെണ്ണായി. അപ്പൊ നമ്മൾ എങ്ങനെ പേര് എഴുതാം? 1 2 തിരിച്ചു നമ്പർ ചെയ്യാം. 1 2. ഇപ്പൊ ഏത് നമ്പർ ചൂസ് ചെയ്യണം? 1 ഉം 2 ഉണ്ട്. അപ്പൊ 1 തന്നെ എടുക്കാം. ഒന്നില് ക്ലോറിൻ ഉണ്ട്. ആരുടെ പുറത്തായിരിക്കുന്ന ക്ലോറിൻ? 2 കാർബൺ. 2 പറഞ്ഞ ആരാണ്? ഈഥേൻ. 1 ക്ലോറോ
ഈഥേൻ. ഓക്കെ അല്ലേ? ലാസ്റ്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് നമുക്ക് നോക്കാം. ലാസ്റ്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണ് നമ്മൾ ആൽക്കോക്സി അല്ലെങ്കിൽ ഈതർ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഈതർ ഫംഗ്ഷണൽ ഗ്രൂപ്പും കീറ്റോണിന്റെ പോലെ തന്നെയാണ്. ഓ വരും, രണ്ട് സൈഡിലും എന്ത് വരും? സി ഗ്രൂപ്പ്സ് വരും. നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും, CH3O. ഓ സെന്ററിൽ ഉണ്ട്, രണ്ട് സൈഡ് നോക്കുക, രണ്ട് സൈഡിലും ഒരേ ഗ്രൂപ്പ്സ് ആണെങ്കിൽ നമുക്കൊരു ടെൻഷൻ വേണ്ട, കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുക. ഒരാൾക്ക് ഓക്സിജൻ കൊടുക്കുക, ഒരാൾക്ക് ഓക്സിജൻ വേണ്ട. ആർക്കാണോ ഓക്സിജൻ കിട്ടിയ ആ ഓക്സിജൻ കിട്ടിയ സൈഡിന്റെ പേര് ആൽക്കോക്സി ഗ്രൂപ്പ്. ആർക്കാണോ ഓക്സിജൻ കിട്ടിയത് ആ സൈഡിന്റെ പേര് എന്താണ്? ആൽക്കോക്സി ഗ്രൂപ്പ്. മറ്റേ സൈഡിന്റെ പേര് ആൽക്കെയിൻ ഗ്രൂപ്പ്. അപ്പൊ പേര് എഴുതാൻ പോവാണ്. ഓക്സിജൻ കിട്ടിയുള്ള സൈഡിലുള്ള കാർബൺ എണ്ണം ഒന്നല്ലേ ഉള്ളൂ. ഒന്നിന്റെ പേരെന്താ? മെത്ത്. മെത്തിന്റെ കൂടെ എന്ത് ചേർത്തു? ഓക്സി, മെത്തോക്സി. ഇനി അടുത്ത സൈഡിൽ നോക്കുക, എത്ര കാർബൺ ഉണ്ട്? ഒരൊറ്റ കാർബൺ അല്ലേ ഉള്ളൂ. പേരിന്റെ അവസാനം എന്ത് ചേർക്കുക? ANE ചേർക്കുക. ഒന്നാണെങ്കിൽ മെത്ത്, മീഥേൻ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റൻ കൊടുത്തിട്ടുള്ളത് CH3CH2OCH3. ഇവിടെ എന്താ പ്രത്യേകത? നമ്മൾ ഓന്റെ രണ്ട് സൈഡ് നോക്കുന്ന സമയത്ത് ഇവിടെ രണ്ടെണ്ണം, ഇവിടെ ഒരു കാർബണേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എവിടെയാണോ കുറവ് കാർബൺ അയാൾക്ക് ഓക്സിജനെ കൊടുക്കാം. ഇവിടെ ഒന്നല്ലേ ഉള്ളൂ. അപ്പൊ ഈ ഓക്സിജൻ ആർക്ക് കൊടുത്തു? ആ സൈഡിലോട്ട് കൊടുത്തു. അപ്പൊ ഓക്സിജൻ കിട്ടിയുള്ള പേര് ഓക്സി, അല്ലാത്ത ലോങ് ചെയിന്റെ പേര് ആൽക്കെയിൻസി. ഇവിടെ പേര് എഴുതാം. ഒരൊറ്റ കാർബണിൽ ഒന്നാണെങ്കിൽ പേര് എന്താ വരിക? മെത്ത്. മെത്തിന്റെ കൂടെ ഓക്സിജൻ വന്നാൽ മെത്തോക്സി. ഇനി ഈ സൈഡിലെ രണ്ട് കാർബൺ രണ്ടാണെങ്കിൽ പേര് എന്ത് വരും? ഈഥേൻ. മെത്തോക്സി, ഈഥേൻ. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പേര് എഴുതാം. നമ്മൾ ഈതർ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പേര് എഴുതുന്നത്. ഐസോമറിസം ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ടോപ്പിക്കാണ്. ഐസോമറിസം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സെയിം മോളിക്കുലാർ ഫോർമുലയാണ്. സെയിം മോളിക്കുലാർ ഫോർമുല, ഒരേ തന്മാത്രാ സൂത്രം. ഒരേ തന്മാത്രാ സൂത്രം വന്നു കഴിഞ്ഞാൽ അവയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോമേഴ്സ്. പക്ഷെ വ്യത്യസ്തമായ എന്തായിരിക്കും? ഘടനയായിരിക്കും. ചിലപ്പോൾ ഫംഗ്ഷണൽ ഗ്രൂപ്പ് മാറാം, സ്ഥാനം മാറാം, ചെയിനിൽ മാറ്റം വരാം. ഇതിലൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ അവയ്ക്ക് നമുക്ക് എന്ത് വിളിക്കാം? ഐസോമേഴ്സ് എന്ന് വിളിക്കാം. ആ പ്രക്രിയ ദാറ്റ് ഫിനോമിന ഈസ് നോൺ ആസ് ഐസോമറിസം. ഇതിൽ തന്നെ നമുക്ക് 4 ഐസോമറിസം പഠിക്കാനുണ്ടായാലും ഒന്നാമത്തെ ഐസോമറിസം ആണ് ചെയിൻ ഐസോമറിസം. ചെയിൻ എന്താ? ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയോ? ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ചെയിനിൽ മാറ്റം വരാം, ഘടനയിൽ മാറ്റം വരാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതാ CH3 CH2 CH2 CH3. നമ്മൾ ആദ്യം തന്നെ തന്മാത്രാ സൂത്രം എഴുതുന്നു. തന്മാത്രാ സൂത്രം എഴുതുമ്പോൾ ജസ്റ്റ് കാർബണിന്റെ കൗണ്ട് എടുക്കുക. 1 2 3 4 ആണ്. ഹൈഡ്രജൻ എത്ര വരും? 5 5 5 10. ഇനി വേറൊരു ഫോർമുലയാണ് CH3 CH3 CH3. ടോട്ടൽ 1 2 3 4 കാർബൺ ഉണ്ട്. ഹൈഡ്രജൻ ഇതേപോലെ 4 3 7 3 10. രണ്ടിന്റെയും തന്മാത്രാ സൂത്രം ഒന്നാണ്. പക്ഷെ എഴുതിയത് ഒരേപോലെയാണോ? അല്ല, വ്യത്യാസം ഉണ്ട് അല്ലെ? എന്ത് വ്യത്യാസം വന്നു? ആ എഴുതിയ ചെയിനിൽ മാറ്റം വന്നു. ഒന്ന് ലോങ് ചെയിൻ ആണ്, ഒന്ന് ബ്രാഞ്ച്ഡ് ചെയിൻ ആണ്. അപ്പൊ ഈ ചെയിനിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇത് വിളിക്കാം ചെയിൻ ഐസോമറിസം അല്ലെങ്കിൽ ചെയിൻ ഐസോമേഴ്സ് എന്ന് വിളിക്കാം. വിച്ച് ഹാവ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ചെയിൻ. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ഐസോമറിസം ആണ്. അടുത്ത ഐസോമറിസം പൊസിഷൻ. പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാനം, സ്ഥാനത്തിൽ മാറ്റം വരാം. ഫോർ എക്സാമ്പിൾ ഇതാ CH3 CO CH2 CH2 CH3. അടുത്തൊരു ഫോർമുലയാണ് CH3 CH2 CO CH2 CH3. രണ്ട് ഒരേപോലത്തെ തന്മാത്രാ സൂത്രമുള്ള ഫോർമുലാസ് വന്നിട്ടുള്ള 1 2 3 4 5. തിരിച്ചും 1 2 3 4 5. 5 കാർബൺ ഉണ്ട്. ഹൈഡ്രജനും രണ്ടെണ്ണത്തിൽ 10 എണ്ണം ഉണ്ടായിരിക്കും. ഓക്സിജനും ഓരോന്ന് വീതം. രണ്ടിന്റെയും മോളിക്കുലർ ഫോർമുല എന്താണ്? സെയിം ആണ്. പക്ഷെ എഴുതിയിരിക്കുന്ന സ്ഥാനം നോക്കിക്കേ. ഇവിടെ നമ്മളെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇരിക്കുന്ന 2ാം സ്ഥാനത്താണ്. പക്ഷെ ഇവിടെ എവിടെ ഇരിക്കുന്നത്? 3ാം സ്ഥാനത്ത്. കറക്റ്റ് നമ്പർ ചെയ്യാം കേട്ടോ. നമ്പർ ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാവും? ഒന്ന് 2ാം സ്ഥാനത്ത്, ഒന്ന് എന്താ ഇരിക്കുന്നത്? 3ാം സ്ഥാനത്താണ്. സ്ഥാനത്തിൽ മാറ്റം വന്നു. ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ സ്ഥാനം മാറിക്കഴിഞ്ഞാൽ നമുക്ക് അത് എന്ത് വിളിക്കാം? പൊസിഷൻ ഐസോമേഴ്സ് എന്ന് വിളിക്കാം. പക്ഷെ ഘടന എന്താണ്? ഘടന മാറിപ്പോയി. തന്മാത്രാ സൂത്രം എന്താണ്? സെയിം ആണ്. നെക്സ്റ്റ് വരുന്ന ഐസോമറിസം ആണ് ഫംഗ്ഷണൽ ഐസോമറിസം. ഫംഗ്ഷൻ ഗ്രൂപ്പ് തന്നെ മാറിപ്പോവാ. ഫംഗ്ഷൻ ഗ്രൂപ്പ് മാറിപ്പോയി വളരെ ഈസി ആയിട്ട് പഠിക്കുന്നത് നോക്കിക്കേ. CH3 CO CH3 CH3 CH2 CHO. ഇതിൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ആണ്. ഇതിൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഏതാണ്? കീറ്റോൺ ആണ്. തന്മാത്രാ സൂത്രം എഴുതി കഴിഞ്ഞാൽ C3 വരും, H6 വരും, O1. ഇവിടെയും C3 H6 O1. കണ്ടോ? രണ്ടിന്റെയും മോളിക്കുലർ ഫോർമുല സെയിം. പക്ഷെ എഴുതിയതിൽ ഫംഗ്ഷൻ ഗ്രൂപ്പേ മാറിപ്പോയി. വ്യത്യസ്തമായ ഫംഗ്ഷൻ ഗ്രൂപ്പാണ് വന്നത്. അങ്ങനെ വ്യത്യസ്തമായ ഫംഗ്ഷൻ ഗ്രൂപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫംഗ്ഷണൽ ഐസോമറിസം. ക്ലിയർ അല്ലേ? സോ ഇത്രയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാപ്റ്റർ എന്ന് അറിഞ്ഞിരിക്കുന്നത്. പിന്നെ മെറ്റാമറിസം കൂടി ഉണ്ട്. മെറ്റാമറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ O ആയിരിക്കും. ആൽക്കോക്സി ഗ്രൂപ്പ് വരും. രണ്ട് സൈഡിലുള്ള എന്ത് മാറിപ്പോവും? ഇതാ മെറ്റാമറിസത്തിലെ രണ്ട് സൈഡിലും C ഗ്രൂപ്പ്സ് വരും. CH3O CH3. ഇതൊരു മെറ്റാമറിസം കാണിക്കോ? ഇത് നമുക്ക് ഷോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞ പോലെ പൊസിഷന്റെ സിമിലർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ഈ മെറ്റാമറിസം എന്ന് പറയുന്നത്. ഈ സൈഡിൽ ഒരു കാർബൺ, ഈ സൈഡിൽ എത്ര കാർബണാ? 3 കാർബൺ. നമുക്ക് ഇതിനെ മാറ്റി എഴുതാം ഇങ്ങനെ. CH3 CH2 O CH2 CH3. ഇവിടെ എത്ര ആയിരുന്നു? 2 എണ്ണം. ഇവിടെ 2 എണ്ണം. രണ്ടിന്റെയും തന്മാത്രാ സൂത്രം സെയിം ആണ്. പക്ഷെ എഴുതിയതിൽ ഓന്റെ പൊസിഷൻ കണ്ടോ? ഇവിടെ 2ാം സ്ഥാനത്ത്, ഇവിടെ 3ാം സ്ഥാനത്ത്. ലൈക്ക് പൊസിഷൻ ഐസോമർ പോലെ തന്നെ. പക്ഷെ ഇവിടെ നമ്മൾ പറയുമ്പോൾ കാർബൺ എണ്ണത്തിൽ മാറ്റം വന്നു. ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ എണ്ണത്തിൽ മാറ്റം വന്നു. ഇവിടെ 1, ഇവിടെ 3, ഇവിടെ 2, 2.
രണ്ട് നോക്കിയാലും ടോട്ടൽ എത്ര വരുന്നത് 4 അല്ലേ. ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ എണ്ണത്തിൽ മാറ്റം വന്നാൽ അതിന്റെ പേരാണ് എന്ത്, മെറ്റാമറിസം. സോ ഇത്രയും ടോപ്പിക് ആയിരിക്കും നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ചോദിക്കുക. ലൈക്ക് നോമൻക്ലേച്ചർ വരും, പേര് എഴുതാൻ അറിഞ്ഞിരിക്കണം. ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരും, 6 ഫംഗ്ഷണൽ ഗ്രൂപ്പ്, അതിന്റെ പേര് എഴുതാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ലാസ്റ്റ് വരുന്നത് ഐസോമറിസം, സെയിം മോളിക്കുലർ ഫോർമുല, വ്യത്യസ്തമായ ഘടനയാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, ഐസോമറിസം. അല്ലെങ്കിൽ 4 ടൈപ്പ് ഉണ്ട്. ഇത്രയും നന്നായി പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിന് ഉറപ്പായിട്ടും കൂടുതൽ മാർക്കിന് ക്വസ്റ്റൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു.